അമ്മയ്ക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ 4 മിനിറ്റേ സംസാരിക്കൂ. 4 പോയിന്റ്. ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും ആദ്യം മിനിറ്റ് പോയിന്റുകൾ പറഞ്ഞിട്ടേ സംസാരിക്കും. പ്രത്യേകിച്ച് ഇന്ന് വനിതാ ദിനം കൂടെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാം സംസാരിക്കുന്ന കേട്ടു. എനിക്ക് അവിടെ നിന്ന് കേൾക്കാനായിരുന്നു ഇത്രയും മനുഷ്യകളുടെ, ഇത്രയും നമ്മുടെ നേതാക്കന്മാരുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഉയർത്തേണ്ട കുറേ ശബ്ദങ്ങളുണ്ട്. അത് ഇവിടെ നിന്ന് ഏകദേശം 650 മീറ്റർ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു കെട്ടിടമുണ്ട്. ഏതിൻ്റെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെയൊക്കെ ചർച്ചയ്ക്കിരുന്നൊരു കെട്ടിടമാണ്. അപ്പോൾ അവർ കേൾക്കണം. അതായത് നമ്മൾ പറയുന്നതും നമ്മുടെ ശബ്ദങ്ങളും, നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദങ്ങളും അവർ കേൾക്കണം. അതുകൊണ്ട് എൻ്റെ നിങ്ങളോടുള്ള വിനീതമായ അഭ്യർത്ഥന, ഈ ലോക വനിതാ ദിനത്തിൽ 3 വനിതാ രത്നങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, 1 നമ്മുടെ അമ്മ, നമുക്കെല്ലാം ജന്മം തന്ന നമ്മുടെ സ്വന്തം അമ്മ. 2 മാതാ അമൃതാനന്ദമയി എന്ന നമ്മുടെ ആത്മീയമായ അമ്മ. 3 നമ്മുടെ ഭാരതാംബ. ഈ 3 അമ്മമാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒരുപാട് നേരമല്ലേ ഇരിക്കുന്നത്. ഒരു കൈയെങ്കിലും ഉയർത്തി വന്ദേ മാതരം, നമ്മുടെ അമ്മയെ സ്മരിക്കുന്ന, അമ്മയെ വന്ദിക്കുന്ന. ഇത് പ്രാർത്ഥനയെന്ന് ആദ്യമേ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻജി പറഞ്ഞതുപോലെ, അതുകൊണ്ട് കടുപ്പിക്കാൻ പറ്റില്ല. നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, പക്ഷെ കുറച്ച് ഉറച്ചു പ്രാർത്ഥിക്കാം അല്ലേ? അതിന് പ്രശ്നമില്ല. നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, പക്ഷെ കുറച്ച് ഉറച്ചു പ്രാർത്ഥിക്കുന്നതിൽ ആർക്കും പ്രശ്നമില്ല. ഈ പ്രാർത്ഥന അവിടെ ഇരിക്കുന്നവർ കേൾക്കണം. അതാണ് എൻ്റെ ഏക ആഗ്രഹം. കാര്യം അവിടെ ഞാൻ ഇതിനു മുമ്പ് ഒരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ അപ്പുറത്ത് 4 പേര്, ഫ്രണ്ടിൽ 30 പിള്ളേർ, അവരുടെ പിള്ളേർ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബഹളം വെച്ചതാ. അവസാനം ചർച്ച തീർന്നപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, ഈ രാഹുലിന്റെ തൊണ്ട ഉള്ളതുകൊണ്ടാണ് രാഹുൽ ജയിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, തൊണ്ട ഉണ്ടെങ്കിലും ജയിച്ചു എന്ന് സമ്മതിച്ചല്ലോ. ആ തൊണ്ടയുടെ ശബ്ദം വെച്ച് ഉറച്ച് വന്ദേ വന്ദേ വന്ദേ, ആ ശബ്ദം അവർ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി അടുത്ത് എനിക്ക് 3 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മുടെ പോയിന്റുകളിലേക്ക് വരാം. അതായത് ഈ ഗെയിൽ എന്ന് പറഞ്ഞ സ്ത്രീ, ആദ്യം തന്നെ നിനക്കെല്ലാം പോയിന്റുകളും കാര്യങ്ങളും അറിയാം, നമുക്ക് അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഗെയിൽ എന്ന് പറയുന്ന സ്ത്രീ ഇന്റർവ്യൂ കൊടുക്കുന്നതിന് പകരം കേരളത്തിൽ വരികയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയോ, ലോകത്തിന്റെ ഏത് ഭാഗത്തും ഗെയിൽ ട്രെഡ്വെലിനെ ഈ വേദിയിൽ നിന്ന് ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ കള്ളത്തരങ്ങൾ പൊളിക്കാൻ ഞങ്ങൾക്ക് 30 മിനിറ്റ് വേണ്ട, 15 മിനിറ്റ് മതി. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഗെയിൽ ട്രെഡ്വെൽ തയ്യാറാണോ? ഈ മാധ്യമങ്ങളെല്ലാം അവർ കൃത്യമായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഫേസ്ബുക്കിലൊക്കെ കൃത്യമായി പോസ്റ്റ് ചെയ്തൊരു മാർക്കറ്റിംഗ് രീതിയിലാണ് പോകുന്നത്. ഗെയിൽ ട്രെഡ്വെൽ തയ്യാറാണോ? നമ്മുടെ ശോഭാജി ഒന്നും പേര് നിക്കത്തുപോലുമില്ല, നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് 15 മിനിറ്റ് നേരിട്ട് സംബന്ധിച്ച്, 1 to 1 സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ സ്ഥാപിക്കാൻ ഗെയിൽ ട്രെഡ്വെൽ തയ്യാറാണോ? അല്ലെങ്കിൽ ഗെയിൽ ട്രെഡ്വെലിന് സിൽബന്ധികളായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു തയ്യാറാണോ? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവർ തയ്യാറാകണം. 2, ഇതൊരു പത്രവാർത്തയാണ്. ഇത് ഏത് പത്രമാണെന്ന് ഞാൻ പറയില്ല, ആ ചാനലിൻ്റെയാണ്. പക്ഷെ പറയില്ല, ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് പേര് പറയുന്നില്ല. അമൃതാനന്ദമയി മഠത്തിൽ ദുരൂഹ മരണമേറുന്നു എന്ന വാർത്ത ശരിയല്ല. 2002 സെപ്റ്റംബർ 24 ചൊവ്വ. ചേട്ടാ സൂം ചെയ്യണേ, എന്നാലും എവിടെ കിട്ടും. അതുകൊണ്ട് കൃത്യമായി ഈ വാർത്ത, അതിൽ അവരുടെ തന്നെ, ഞാൻ അവസാന വരികൾ വായിക്കാം, എൻ്റെ വരികളല്ല കേട്ടോ. മാതാ അമൃതാനന്ദമയി മഠത്തെയോ മരിച്ചവരുടെ ബന്ധുക്കളെയോ ഭക്തരെയോ ഒരു തരത്തിലും അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല 2002 ഓഗസ്റ്റ് 9 രാജ്യത്തിന്റെ അഭിമാനമായി നിൽക്കുന്ന ഈ പത്രത്തിൽ മേൽ പറഞ്ഞ വാർത്ത പ്രസിദ്ധീകരിച്ചത്. പത്രം മനസ്സിലായല്ലോ? മേൽ പറഞ്ഞ വാർത്ത, അടുത്ത വരിയാണ്, എൻ്റെ വരിയല്ല. മേൽ പറഞ്ഞ വാർത്ത ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപമാനകരമായോ വിഷമകരമായോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിർവ്യാജം ഖേദിക്കുന്നു. വന്ന വാർത്തകൾ കള്ളമാണെന്ന്, അത് പത്രധർമ്മമാണ്, നല്ലതാണ് ആ പത്രം ചെയ്തത്, ഞാൻ അഭിനന്ദിക്കുന്നു. ആ പത്രം തന്നെ തുറന്നു പറഞ്ഞതാണ്. അധികം താമസിയാതെ ഇതേപോലൊരു എഴുത്ത് അവരുടെ TV-യിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അത് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. 3, ഈ യഥാർത്ഥത്തിൽ ഇത് വളരെ രസകരം. വേറൊരു കാര്യം, ഈ പലരും രാജ്യഭേദം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഇപ്പം അമ്മ അതിനും അപ്പുറമാണ്, രാജ്യങ്ങളൊന്നുമല്ല. അമ്മ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയാണെന്നാണ് ഈ ജെസ്സി ഹോഫ്മാനൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അമ്മയെ കണ്ടിട്ടുള്ള 2-3 പ്രാവശ്യം അടുത്ത് സംസാരിച്ചു. അമ്മ നല്ല മലയാളം, അല്ലെങ്കിൽ നമ്മുടെ കരുനാഗപ്പള്ളിയുടെ ഒരു മലയാളമാണ് പറയുന്നത്. ഈ ചൊവ്വാഗ്രഹത്തിലൊക്കെ ആൾക്കാർക്ക് മലയാളം മനസ്സിലാവുമോ എന്തോ. അമ്മ എങ്ങനെയാണ് അവർ ഈ മലയാളം പറയുന്നത് മനസ്സിലാക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ അങ്ങനെ ആൾക്കാർ ഒരു അബദ്ധജടിലമായ, തികച്ചും അടിസ്ഥാനമില്ലാത്ത കള്ളങ്ങൾ പറയുമ്പോൾ അത് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനി എനിക്ക് 1.5 മിനിറ്റും കൂടെ ഉണ്ട്. എനിക്ക് ഒരാളെയും കുറിച്ച് കൂടെ പറയാനുണ്ട്. ഞാൻ പേര് പറയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് സവാരി ഗിരിഗിരി എന്നാണ്. അപ്പോ സവാരി ഗിരിഗിരി, അപ്പൊ അവസാനത്തെ പേര് നോക്കിയാൽ മതി. എനിക്കിഷ്ടമാണ്, ഞാൻ പണ്ടേ അറിയുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്പെഷ്യലിസ്റ്റുകളായ കുറെ ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ആൾക്കാർക്കെതിരെ പറഞ്ഞാൽ ചില മാധ്യമങ്ങൾ 4 കോളം 5 കോളം 6 കോളം വാർത്തയൊക്കെ കൊടുക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണ്.
സ്വാമി ചിന്മയാനന്ദന്റെ ഒരു ആയുഷ്കാലം ഭാരതീയ ദർശനങ്ങൾക്കും ഹൈന്ദവ പൈതൃകത്തിനും വേണ്ടി ജീവിച്ച സ്വാമി ചിന്മയാനന്ദന്റെ ശിഷ്യനായ ഒരു വ്യക്തി അങ്ങനെ ഈ കയ്യടി നേടാൻ വേണ്ടിയിട്ട് അവരുടെ ചാനൽ അവർക്ക് വേണ്ടി പറയുന്നതിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? എന്തെങ്കിലും. എന്നിട്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞു, നിങ്ങൾ കേട്ടോന്നറിയില്ല, ദാവൂദ് ഇബ്രാഹിം ഒരുപാട് ചാരിറ്റി നടത്തുന്നുണ്ടെന്ന്. കേട്ടോന്നറിയില്ല. ദാവൂദ് ഇബ്രാഹിം, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, സ്വാമിജിക്ക് അറിയായിരിക്കും. ദാവൂദ് ഇബ്രാഹിമിന്റെ ചാരിറ്റികളെ കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ ഏക ചാരിറ്റി ബോംബെയിലെ ബോംബ് സ്ഫോടനങ്ങളും ജാതിമത ഭേദവും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും 200-ലധികം ആൾക്കാർ മരിച്ച രാജ്യത്തെ തീവ്രവാദമാണ്. ആ തീവ്രവാദി പോലും ആ ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തോണ്ട് വരികയാണെങ്കിൽ ആരുടെ താല്പര്യങ്ങളാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്? അദ്ദേഹത്തിന് ഇപ്പം 4 ഗോളം സ്ഥിരം വാർത്തു കൊടുക്കുന്ന ആ മാധ്യമത്തിന്റെ സ്ഥാപകരെ കുറിച്ചോ അവരുടെ മൗദൂദി സാഹിബിനെ കുറിച്ചോ അവരുടെ സിദ്ധാന്തത്തെ കുറിച്ചോ ഒരു വരിയെങ്കിലും അദ്ദേഹം പറയുകയാണെങ്കിൽ, അദ്ദേഹം കേൾക്കാനാ പറയുന്നത്, ഒരു വരി പറയുകയാണെങ്കിൽ നാളെ പൊതുവായി അദ്ദേഹത്തിന്റെ കാലിൽ പോയി തൊട്ട് ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹം ചെയ്യില്ല, എനിക്കറിയാം. കാര്യം റിസ്ക് എടുക്കേണ്ടത് കാരണം. അപ്പം ഞാൻ പോയിന്റ് തീർക്കുകയാണ്. ഞാൻ കൃത്യം 30 സെക്കൻഡ് കൂടെ എനിക്കുണ്ട്, അതിനപ്പുറം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത് തീർക്കാൻ എനിക്ക് ആഗ്രഹം. ഇതെല്ലാം കൊണ്ട് നമ്മളെ അങ്ങ് നശിപ്പിച്ച് കളയാം എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ പ്രതിരോധിക്കാൻ ഒരുപാട് പേർ, ശോഭാജിയെ പോലുള്ളവർ, ഇവിടെ കൂടിയിരിക്കുന്നവർ, ശങ്കരൻകുട്ടി സാറിനെ പോലുള്ളവർ, നമ്മൾ ഓരോ ഭാരതീയ ദർശനങ്ങളെ സ്നേഹിക്കുന്ന ഓരോരുത്തരും. പക്ഷേ ഗെയിലിനോടും തകർക്കാൻ ആഗ്രഹിക്കുന്നവരോടും ഒരൊറ്റ വരി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഗോറിമാർ വന്നു, ഗസ്നിമാർ വന്നു, ഗാമമാർ വന്നു, നമ്മളെ തകർക്കാൻ നോക്കി, നടന്നില്ല. പിന്നാണ് ഒരു ഗെയിൽ ട്രെഡ്വലും കുറെ മാധ്യമങ്ങളും ചേർന്ന് നമ്മളെ അങ്ങ് ചെയ്യാൻ പോകുന്നത്. അത് അവരോർക്കണം. അവരെ ഓർപ്പിക്കാനായി ചിലപ്പോൾ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനായിതാ ഇപ്പൊ ഇവര് ആ കണ്ഠത്തിൽ നിന്ന് ഉയർന്ന മന്ത്ര സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾ വേണ്ടി വരും. അപ്പൊ മുദ്രാവാക്യങ്ങളായിരിക്കാം, പക്ഷെ അതിന് മന്ത്ര, പ്രാർത്ഥന, ശരണവിളികളുടെ സ്വഭാവമുണ്ട്. ആ ശരണവിളികളുടെ സ്വഭാവം ഒന്നുകൂടെ ആ അന്തരീക്ഷത്തിൽ കേട്ട് ഈ പള്ളിയും അമ്പലവും ചർച്ചും എല്ലാം ഒരുമിച്ച് ഈ പുണ്യഭൂമിയിൽ ആത്മീയതയുടെ ജാതിമത ഭേദമന്യേ എല്ലാവരെയും സേവിക്കുന്ന അമ്മയെയും ഭാരതാംബയെയും എൻ്റെ അമ്മയും നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയും സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഉറച്ച് ഒറ്റ പ്രാവശ്യം വന്ദേ